അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ രാവിലത്തെ ഒരു തിരക്കാണ്. ഇന്നലെ രാത്രി കിടന്ന് കുറേ ആലോചിച്ചു കേട്ടോ, എന്തുണ്ടാക്കുന്ന അവസാനം ഞാൻ ചപ്പാത്തി ഫിക്സ് ചെയ്തിട്ട് രാവിലെ എണീറ്റിട്ട് അത് ഉണ്ടാക്കുന്ന ഒരു തിരക്കാണ്. അപ്പം ഇത് അടുക്കളയിൽ കയറുന്നതിന് മുമ്പായിട്ട് കുറച്ച് പരിപാടികൾ ഉണ്ടായിരുന്നു. ഞാൻ മദ്രസ ഉണ്ട്, അപ്പൊ ഓനെ എണീപ്പിക്കണം, ഓനെ കുളിപ്പിക്കണം, ഓനെ നിസ്കരിപ്പിക്കണം, പിന്നെ എഴുതാനും ഓതാനൊക്കെ ഉണ്ട്, അതിനൊക്കെ ഇരുത്തണം കേട്ടോ. രാത്രി എഴുതാനും പഠിക്കാനൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ ചെക്കന് ഉറക്കം വരികയാണ്, അങ്ങനെ ഭയങ്കര ക്ഷീണം, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പം പെൻഡിങ്ങിൽ ഇട്ടിട്ടാണ് ഉറങ്ങുക. അപ്പൊ രാവിലെ എണീറ്റിട്ട് ബാക്കി ബാലൻസ് ഉള്ള സംഭവങ്ങളൊക്കെ ചെയ്ത് തീർക്കും. അപ്പൊ ഓനോന്റെ കാര്യങ്ങളൊക്കെ അവിടെ ചെയ്യുന്നുണ്ട്. ഞാൻ നമ്മുടെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് കേട്ടോ. അപ്പൊ നമ്മള് ചപ്പാത്തിയുടെ മാവൊക്കെ കുഴച്ചിട്ട് സെറ്റാക്കി അവിടെ വെച്ചിട്ടുണ്ട്, ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിരിക്കുകയാണ്. പിന്നെ നമ്മൾ ഉരുളക്കിഴങ്ങ് മസാല ആയിട്ട് ഉണ്ടാക്കണം. അപ്പൊ അതിന്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞിട്ടൊന്ന് ക്ലീൻ ചെയ്യാനുള്ള പരിപാടിയാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ഈ രാവിലത്തെ ചായന്റെ കടി എന്ന് പറയുന്നത് ഭയങ്കര ടാസ്ക്കാണ് കേട്ടോ. എന്തുണ്ടാക്കിയാലും ചില സമയത്ത് ഇവർക്ക് ആർക്കും പറ്റൂല, ചിലപ്പം എനിക്ക് പറ്റൂല. അങ്ങനെ എല്ലാവർക്കും പറ്റണ ഉണ്ടാക്കണാണ്, എല്ലാവർക്കും പറ്റുന്ന സംഭവങ്ങളാണെങ്കിൽ വളരെ കുറച്ചേ ഉള്ളൂ. അപ്പൊ നമ്മളിങ്ങനെ ഈ ചായന്റെ കടി ഉണ്ടാക്കുക എന്നുള്ളത് ഭയങ്കര ടാസ്ക്കാണ്. അപ്പം ഡെയിലി നമ്മളിങ്ങനെ എന്താ പറയുക, വെറൈറ്റി ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുത്തവർക്കൊക്കെ ഇഷ്ടപ്പെടും എന്നാണ് എൻ്റെ ഒരു ഇത്. അപ്പൊ എന്തായാലും ചപ്പാത്തി ഉരുളക്കിഴങ്ങ് മസാലയാണ് നമ്മുടെ ഇന്നത്തെ സംഭവം. അപ്പൊ അതേ കിഴങ്ങൊക്കെ ഒന്ന് നന്നായിട്ട് ക്ലീൻ ആക്കിയിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ചെറുതായിട്ട്. അപ്പൊ ഇതിങ്ങനെ ജസ്റ്റ് നമ്മൾ ചിക്കനൊക്കെ വെക്കില്ല അതുപോലെ വെക്കുക കേട്ടോ. പക്ഷെ ചിക്കൻ ഉണ്ടാവില്ല, വെറും ഉരുളക്കിഴങ്ങും മറ്റേ ഉള്ളി തക്കാളി അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ആയിട്ടാണ്. അപ്പൊ ഞാൻ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുക എന്നുള്ളത് ഞാൻ ചെറിയ രീതിയിലൊന്ന് കാണിച്ചു തരാം. അപ്പൊ നമുക്ക് ആദ്യം ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. കട്ട് ചെയ്യണതിന്റെ ഇടയിൽ നിന്ന് വന്ന് നോക്കിയതാണ് കേട്ടോ. എഴുതുന്നാണ് എന്താ പരിപാടി നോക്കിയിട്ട് ഒരു 2 വരി എഴുതിയിട്ട് അവിടെ നോക്കിയിരിക്കും. അങ്ങനെ ഒരു 4 വരി എഴുതാനുള്ളത് കുറേ സമയം എടുത്തിട്ടാണ് എഴുതാൻ കേട്ടോ. അതാണ് ഒന്നാമത്തെ പെൻ്റെ ഒന്നും കഴിയാത്തത്. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കിയിട്ട് ഇങ്ങനെ മരട്ടണം, കണ്ണുരുട്ടണം, 4 വരെ എഴുതുള്ളൂ. അപ്പൊ ക്ലോക്കിക്ക് നോക്കിയപ്പോൾ 7 മണി ആയിട്ടുണ്ട്. അപ്പം 7 മണിക്കാണ് നമ്മുടെ പാല് വരെ രാവിലെ, വൈകുന്നേരം ഒരു 5 മണിക്കാണ് കേട്ടോ. ഇതാണ് പാലിന്റെ ടൈം എന്ന് പറയുന്നത്. സൊസൈറ്റിത്തെ പാലാണ്. അപ്പം അത് വാങ്ങാൻ വേണ്ടി പോയി കഴിഞ്ഞാൽ ഒരു 7:15 ആയിട്ടേ വരുള്ളൂ. കുറച്ച് നേരത്തെ പോയി കഴിഞ്ഞാൽ വൈകി വരും, വൈകി പോയി കഴിഞ്ഞാൽ നേരത്തെ വരും. അങ്ങനെയാണ് പാലിന്റെ കാര്യം. അങ്ങനെ നമ്മൾ പാലൊക്കെ വാങ്ങി വന്ന് തിളപ്പിച്ച് അതൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് നമ്മുടെ മസാല സെറ്റാക്കാം കേട്ടോ. അപ്പൊ അതേ കുക്കർ വെച്ച് ചൂടാക്കിയിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പട്ട മാത്രം ഇട്ട് കൊടുത്തിട്ടുള്ളൂ. നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഏലക്കായും ഗ്രാമ്പും ഒക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ നമ്മൾ കുറച്ച് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഉള്ളി, പച്ചമുളക്, പിന്നെ കറിവേപ്പില എല്ലാം കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. അപ്പം പിന്നെ ഞാൻ അടുത്തായിട്ട് ഇട്ട് കൊടുക്കുന്നത് ഇഞ്ചി, വെളുത്തുള്ളി, കുരുമുളക് ചതച്ചതാണ്. ഇത് നമ്മൾ മീനിൽ മസാലയൊക്കെ തേക്കാൻ വേണ്ടിയിട്ട് സെറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിട്ടുള്ള സാധനമാണ്. അപ്പൊ അതെടുത്തിട്ട് നമ്മൾ എല്ലാ കറിയിലും ഇങ്ങനെ കുറേശ്ശെ ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അങ്ങനെ അതൊക്കെ വാടി കഴിഞ്ഞാൽ ഒരു ചെറിയ പീസ് തക്കാളി നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കുക. ചെറുതായിട്ട് അരിയുമ്പോൾ പെട്ടെന്ന് വാടി കിട്ടും, സമയം നമുക്ക് ലാഭിക്കാൻ പറ്റും. അപ്പൊ നന്നായിട്ടൊന്ന് വഴറ്റി ഒന്ന് സെറ്റാക്കി എടുക്കുക. പിന്നെ അതിക്ക് കുറച്ച് മസാലകളൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. മഞ്ഞൾപ്പൊടി, ഗരം മസാല, മല്ലിപ്പൊടി, ചിക്കൻ മസാല, അതേപോലെ തന്നെ മുളക് പൊടി, അങ്ങനെ എല്ലാ മസാലകളും ചേർത്തിട്ടാണ് നമ്മൾ ഈ സാധനം ഉണ്ടാക്കുന്നത്. നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അങ്ങനെ മസാലയൊക്കെ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കിഴങ്ങിട്ട് കൊടുക്കാം. കിഴങ്ങിട്ട് കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. വെള്ളം ഒഴിക്കുന്നതിന് മുമ്പായിട്ട് കിഴങ്ങിട്ടിട്ട് ഒന്ന് വഴറ്റണം. അപ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റി ആയിട്ട് തോന്നേ. നന്നായിട്ട് 5 മിനിറ്റ് വഴറ്റിയതിന് ശേഷം നമ്മളിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. നമ്മൾ നന്നായിട്ടൊരു കറിയല്ല ഉണ്ടാക്കുന്നത്, ഒരു മസാലയാണ്. അപ്പോൾ ഉരുളക്കിഴങ്ങ് വെന്ത് കഴിയുമ്പോഴത്തേക്കും ഒന്ന് തിക്കായിട്ട് വരും. അപ്പൊ നമുക്ക് ആവശ്യത്തിന് മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഉപ്പിട്ട് ചെക്ക് ചെയ്തതിന് ശേഷം നമ്മൾ കുക്കർ അടിച്ച് വെച്ചിട്ട് വിസിലടിപ്പിക്കുക. ഒരു 4 വിസിൽ അടിച്ചു കഴിഞ്ഞാൽ നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഉരുളക്കിഴങ്ങ് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെ ഓക്കെ കേട്ടോ. അപ്പൊ ഇവിടെ ഇസുവിനൊക്കെ ഉരുളക്കിഴങ്ങ് ഇങ്ങനെ കഴിക്കുന്നത് ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ ഉടച്ചിട്ടില്ല. കുക്കർ തുറന്ന് ഇളക്കിയതിന് ശേഷം കുറച്ച് മല്ലിയില അരിഞ്ഞിടാം. മല്ലിയില അരിഞ്ഞിട്ടപ്പോൾ ക്യാമറയ്ക്ക് എന്തോ പറ്റിട്ടോ, ആവി കയറിയതാ തോന്നുന്നുണ്ട്. എന്തായാലും നമ്മുടെ മസാല ഇവിടെ ഏകദേശം സെറ്റ് ആയിട്ടുണ്ട്. പിന്നെ പെട്ടെന്ന് തന്നെ ചപ്പാത്തിക്ക് ഒന്ന് പരത്തി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഫുള്ള് പരത്തി കഴിഞ്ഞിട്ടാണ് ചൂടാൻ നിന്നത്, ഇല്ലെങ്കിൽ ചൂടാൻ ഭയങ്കര പെടാപ്പാട് പെടേണ്ടി വരും. അങ്ങനെ നമ്മൾ ഓരോരോ ചപ്പാത്തികളായിട്ട് ചുട്ടുകൊണ്ടിരിക്കുകയാണ്. കുറെ നേരം കുഴച്ച് വെച്ചാൽ ചപ്പാത്തി ഭയങ്കര സോഫ്റ്റ് ആയിട്ടുണ്ടാവും കേട്ടോ. അപ്പൊ നമ്മുടെ ബബിളൊക്കെ വരുന്നുണ്ട്, ബബിൾക്ക് മീൻസ് ബബിൾസ് ഒക്കെ വരുന്നുണ്ട്. അങ്ങനെ ചപ്പാത്തി ഏതായാലും സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കൊരു ഒരെണ്ണം എടുത്തിട്ട് എങ്ങനെയെങ്കിലും നമ്മുടെ ഇവന്റെ വായുടെ അകത്തേക്ക് ആക്കി കൊടുക്കണം. രാവിലെ ഒരു സാധനം കഴിക്കൂല, ഞാൻ വാരി കൊടുത്താലും തിന്നൂല, ഓനൊറ്റയ്ക്കും തിന്നൂല. പിന്നെ വല്ല എന്താ പറയാ ബ്രെഡ്, ജാം, ഒരു ബിസ്ക്കറ്റ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ആണെങ്കിൽ നല്ല ഇറങ്ങിപ്പോട്ടോ. ഇങ്ങനത്തെ ഐറ്റംസ് ഒന്നും ചെല്ലൂല. പക്ഷെ ഞാൻ നിർബന്ധിച്ചു ഒരെണ്ണം കഴിച്ചാൽ എനിക്കൊരു സമാധാനമാവും. അപ്പൊ പിന്നെ ഒരെണ്ണം എങ്ങനെയെങ്കിലും കുത്തിത്തിരിക്കി കൊടുക്കുകയാണ്. നമ്മൾ പഠിക്കുക എന്തെങ്കിലും ചെയ്യണതിന്റെ ഇടയിൽ കൂടെ ആകുമ്പോൾ ഇങ്ങനെ പോയിക്കോളും. പിന്നെ ചായ ഒന്നും ഇപ്പൊ നമ്മൾ വെക്കാറേ ഇല്ല, ചായ നമ്മൾ ഉപേക്ഷിച്ചു. നമ്മൾ ഫുൾ വെള്ളമാണ് കേട്ടോ ഇപ്പൊ കുടിക്കാറ്. അപ്പം എന്താ പറയാ, അത് നല്ലതാണ് പഞ്ചസാരയൊക്കെ ഒഴിവാക്കുന്നത്. വർഷാക്ക് തീരെ കുടിക്കൂല. അപ്പൊ പിന്നെ മക്കളെ ഞാൻ അങ്ങനെ ശീലിപ്പിച്ചു കേട്ടോ. നമ്മുടെ പഴയ വീഡിയോസ് ഒക്കെ എടുത്ത് നോക്കിയാൽ അറിയാം, ഫുൾ ചായയോട് ചായക്കളിയായിരുന്നു. അപ്പൊ ചായ ഒന്നുമില്ല, അപ്പൊ ചായ നമ്മൾ വെക്കാറില്ല കേട്ടോ. അപ്പൊ ഞങ്ങളൊക്കെ നന്നായി ഗൈസ്. അങ്ങനെ നമ്മള് ചപ്പാത്തി എങ്ങനെയായിരുന്നു കഴിപ്പിക്കാണ്. ഇനിയിപ്പം എന്താ പറയാ, ഇപ്പൊ മദ്രസ് സ്കൂളില്ലാത്തതുകൊണ്ട് 8:30 കേട്ടോ, അല്ലെങ്കിൽ 6:30 ഉണ്ടാവാറ്. ഇപ്പൊ 8:30 ആകുമ്പോഴത്തേനും സെറ്റായാൽ മതി. എന്നാലും 8:30 ആയാലും ഈ ചെക്കൊന്നും തിന്നൂല. പോയി വന്നിട്ട് 8:30 മദ്രസ് തുടങ്ങി കഴിഞ്ഞാൽ ഒരു 10-10:30 ആവും ഇവിടെ എത്താൻ വേണ്ടിയിട്ട്. അപ്പോഴാണ് പിന്നെ എന്തെങ്കിലും കഴിക്കുക
കഴിക്കാം കേട്ടോ. അപ്പോൾ അതുവരെ വിശന്നിരിക്കണ്ടേ. അപ്പോൾ പാല് ഞാൻ ഒരു ഗ്ലാസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളൊരു ചപ്പാത്തി കുറച്ച് മസാലയൊക്കെ കൊടുത്ത് തട്ടിക്കുട്ടി സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അദ്ദേഹം വീണ്ടും എഴുതാണ്. നിങ്ങൾ വിചാരിക്കും ഓൻ എന്തായി എഴുതണമെന്ന്. കുറച്ച് എഴുതാനുള്ളൂ, പക്ഷെ ഓനത് ഇങ്ങനെ നീട്ടി നീട്ടി കൊണ്ടുപോവാണ്. അങ്ങനെ ഞാനൊരു ചപ്പാത്തി എടുത്ത് കഴിക്കാൻ കേട്ടോ. ഈ പ്രഗ്നന്റ് ആയതിനു ശേഷം നമ്മൾ ഒരു മാസം ഒന്നും കഴിച്ചിട്ടുണ്ടായില്ല. അതുകൊണ്ടാണ് തോന്നുന്നുണ്ട് എനിക്കിപ്പോൾ ഭയങ്കര വിശപ്പും ഭയങ്കര ആർത്തിയുമാണെന്ന് തോന്നുന്നുണ്ട്. പിന്നെ അതുമല്ല കേട്ടോ, രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് വയറ് കാണും. അപ്പോൾ എന്തെങ്കിലും കഴിക്കണം. അപ്പോൾ ഒരെണ്ണപ്പം കഴിച്ചതിന് ശേഷം ഞാൻ പിന്നെ എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് കഴിക്കും. അത് കഴിഞ്ഞിട്ട് ഞാനൊരു 11:30 കഴിക്കും. അത് കഴിഞ്ഞിട്ട് 1 മണിക്ക്. അങ്ങനെ കേട്ടോ നമ്മുടെ ഫുഡിന്റെ ഷെഡ്യൂൾ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ കഴിക്കും. ഇല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ള ക്ഷീണമൊക്കെ തോന്നും എനിക്ക്. അതുകൊണ്ട് ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ കഴിച്ചുകൊണ്ടേയിരിക്കും കേട്ടോ. അപ്പം എന്താ പറയുക, അപ്പം ഞാനും ഒരു ചപ്പാത്തി കഴിച്ചു രാവിലെ തന്നെ. പിന്നെ ഞാൻ രാവിലെ എണീറ്റ പാടെ 2-3 ഗ്ലാസ് വെള്ളം കുടിച്ചിട്ടുണ്ടായിരുന്നു. 2-3 ഗ്ലാസ് എന്ന് പറയുമ്പോൾ കുഞ്ഞു ഗ്ലാസ്സാണ്. ഒരു വലിയ ഗ്ലാസ്സൊക്കെ ആണെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കും. അത് നമ്മൾ പണ്ട് മുതലേ ശീലിച്ചൊരു കാര്യമാണ്, രാവിലെ എണീറ്റ വെള്ളം കുടിക്കുക എന്നുള്ളത്. അത് നല്ലൊരു കാര്യമാണ് കേട്ടോ. അപ്പം അത് ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ ചപ്പാത്തി കൊണ്ട് കഴിക്കണം. വേറെ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇനി നമുക്ക് കുറച്ച് കഴിഞ്ഞ് കഴിക്കാം ഗൈസ്. ഒരു 8:15 ആയപ്പോൾ നമ്മളെ കുട്ടികൾ വന്നു കേട്ടോ, നമ്മളെ ചെക്കനെ വിളിക്കാൻ വേണ്ടിയിട്ട്. ഈ പെൺപടകളുടെ കൂടെയാണ് ഇവന്റെ യാത്ര കേട്ടോ. അപ്പോൾ മാത്രമേ ഉള്ളൂ ഇപ്പം അങ്ങോട്ട് ഏറ്റവും ഇടയിൽ. ബാക്കിയുള്ളവരൊക്കെ ടൈം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറുന്നുണ്ട്. അങ്ങനെ നമ്മൾ പെട്ടെന്ന് അടിക്കുക, തുടക്കുക, അലക്കുക അങ്ങനത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഉച്ചക്കുള്ള കുക്കിംഗ് ആണ് കേട്ടോ. കാര്യമായിട്ടൊന്നും ഉണ്ടാക്കുന്നില്ല. മത്തിയാണ് ഇന്ന് സ്പെഷ്യൽ കേട്ടോ. കാരണം എന്താ വെച്ചാൽ മത്തി കൂട്ടിയിട്ട് കുറേ കാലങ്ങളായി. സത്യം പറഞ്ഞാൽ മത്തി കഴിക്കാൻ പൂതിയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് മത്തി കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷം. അപ്പോൾ ഞാൻ നല്ലൊരു മസാല ഒക്കെ സെറ്റാക്കിയിട്ട് ഇങ്ങനെ പൊരിക്കാനുള്ള പരിപാടിയാണ്. മഞ്ഞളും മുളകും ഉപ്പും സുറുക്കി നമ്മുടെ എന്താ പറയുക ഇഞ്ചി വെളുത്തുള്ളിയും കുരുമുളകൊക്കെ പാടായിട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മളിങ്ങനെ അതിങ്ങനെ തേച്ച് പിടിപ്പിക്കണം കേട്ടോ. നമ്മൾ ഇട്ട വരയുടെ ഇടയിലൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഇങ്ങനെ ഒട്ടും മടി കൂടാതെ തേച്ച് കൊടുക്കണം. എന്നിട്ട് നമുക്കൊരു കുറച്ച് നേരം ഇങ്ങനെ വെക്കാം കേട്ടോ. അപ്പം മത്തി നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഞാൻ അങ്ങനെ മത്തിനെ വർണ്ണിക്കാറില്ല, എന്താ അറിയില്ല, കുറേ കാലമായിട്ട് കഴിക്കാത്തതുകൊണ്ടാണ് തോന്നുന്നുണ്ട്. നാടൻ മത്തിയാണ് കേട്ടത്. പിന്നെ മറ്റേ ഒരു മത്തി ഉണ്ടല്ലോ വേറെ കുറച്ചും കൂടെ വണ്ണം തടിയുള്ളൊരു ഗുണ്ടപ്പൻ, അതിനെനിക്ക് ഇഷ്ടമല്ല കേട്ടോ. അത് വലിയ രസം ഉണ്ടാവില്ല. ഇത് അടിപൊളിയായിരിക്കും. ഇത് കറി വെച്ചാലും പൊരിച്ചാലും ഒക്കെ സൂപ്പറാണ്. അങ്ങനെ നമ്മൾ അതവിടെ മസാലയൊക്കെ വെച്ചിട്ടു. ഇനിയിപ്പോൾ ചെറുതായിട്ടൊരു കറി കേട്ടോ. ഇന്ന് എനിക്ക് ഭയങ്കര മടിയുണ്ട്. അതുകൊണ്ട് ഞാൻ ചെറിയ ചെറിയ പരിപാടികളൊക്കെ ആയിട്ട് മുന്നോട്ട് പോവുകയാണ്. അപ്പം കുറച്ച് വെളിച്ചെണ്ണയിൽ ചെറിയ ഉള്ളിയും പച്ചമുളകൊക്കെ ഒന്ന് തൂമിച്ച് കുറച്ച് കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ മുരിങ്ങ താളിപ്പാണ് കേട്ടോ, വേറെ കാര്യമായിട്ടൊന്നുമില്ല. അപ്പം നമ്മുടെ തേങ്ങാവെള്ളം എന്ന് പറയുന്നത് മറ്റേ കഞ്ഞിവെള്ളത്തിലേക്ക് പിന്നെ കുറച്ചും കൂടെ പച്ചവെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഉപ്പൊക്കെ ഇട്ടിട്ടൊന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. എന്നിട്ട് നമുക്ക് കഴുകിയിട്ടുള്ള മുരിങ്ങയില അതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. മുരിങ്ങയില വലിയ വേവൊന്നുമില്ലാത്ത സംഭവമാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് റെഡിയാകും. അപ്പോൾ നമുക്ക് ഒരുപാട് നേരിട്ട് തിളപ്പിച്ചിട്ട് അതിന്റെ വൈറ്റമിൻസ് ഒന്നും നഷ്ടപ്പെടാതെ കാത്തു സൂക്ഷിക്കാം. പിന്നെ അങ്ങനെ കുറച്ച് പച്ചക്ക് കഴിക്കുന്നതാണ് നല്ലത് എന്നൊക്കെ കേട്ടിട്ടുണ്ട്. എനിക്കറിയില്ല കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടൊന്നും. അപ്പോൾ എന്തായാലും നമ്മുടെ മുരിങ്ങ താളിപ്പ് ഭയങ്കര സിമ്പിളാണ്. പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഈസി കറിയാണ് കേട്ടോ. അതെല്ലാവർക്കും അറിയാണ്ടാവും. അപ്പം നോമ്പിനൊക്കെ ഇതൊക്കെ തന്നെയായിരിക്കും പിന്നെയും മുരിങ്ങ താളിക്കണം നമ്മളിവിടെ. അങ്ങനെ നമ്മൾ മുരിങ്ങ താളിപ്പൊക്കെ ശരിയായി നമുക്ക് എന്ത് ചെയ്യണം, നമ്മുടെ മത്തികളെ ഒന്ന് പൊരിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഓയിലും കുപ്പി എടുത്തപ്പോൾ ഓയിലും കുപ്പി കാലിയായിരുന്നു. അങ്ങനെ നമ്മളുള്ളതൊക്കെ ഞെക്കിപ്പിഴിഞ്ഞ് ചട്ടിയിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളൊരു 3 തണ്ട് കറിവേപ്പില ഇങ്ങനെ നിരത്തി വെക്കാം. എന്നിട്ട് നമുക്ക് അതിലോട്ട് നമ്മുടെ മത്തിക്കുട്ടന്മാരെ ഇങ്ങനെ റെഡിമണിയായിട്ട് അടുക്കി പെറുക്കി വെക്കാം കേട്ടോ. അവിടെ നിന്ന് ഇങ്ങോട്ട് അടിക്കാലും ഇവിടെ നിന്ന് അങ്ങോട്ട് അടിക്കാലും കുഴപ്പമില്ല. ചട്ടിയിൽ എത്രത്തോളം കൊള്ളാൻ പറ്റും അത്രത്തോളം ഞാൻ വെക്കാറുണ്ട്. ബാക്കി നമ്മൾ ഫ്രിഡ്ജിലേക്ക് വെക്കട്ടെ. അങ്ങനെയാണ് യൂഷ്വലി ചെയ്യാറ്. അപ്പോൾ എന്തായാലും നമ്മുടെ മത്തി ഏകദേശം പൊരിഞ്ഞ് എന്താ പറയുക സെറ്റായിട്ട് വരണം കേട്ടോ. അപ്പം നമ്മൾ തിരിച്ചു മറിച്ചിട്ട് പൊരിച്ചെടുക്കുക, കരിയാതെ നോക്കണം. നമ്മൾ വല്ലാണ്ട് അങ്ങോട്ട് എന്താ പറയുക സ്നേഹിച്ചാൽ ചിലപ്പോൾ കരിഞ്ഞു പോകട്ടെ. എനിക്ക് എപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ഞാൻ സ്പെഷ്യൽ മസാലയൊക്കെ ഉണ്ടാക്കി തേച്ച് മറിച്ചൊക്കെ ഇട്ട് ഞാൻ ഇങ്ങനെ കുക്ക് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ മീൻ വെച്ചിട്ട് എവിടേക്കെങ്കിലൊക്കെ ഒന്ന് തിരിഞ്ഞു മറിഞ്ഞാൽ അത് കരിഞ്ഞു പോകും. അങ്ങനെ എന്തായാലും ഇന്നത്തെ മത്തി കരിഞ്ഞിട്ടൊന്നുമില്ല. അപ്പോൾ നമ്മുടെ ഉച്ചക്കത്തെ ഫുഡ് മുരിങ്ങക്കറി, പുളിയിഞ്ചി, കൊണ്ടാട്ടം, പിന്നെ രാവിലത്തെ ഉരുളക്കിഴങ്ങ് മസാല, മത്തി, ഇതൊക്കെയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഇസുവാണിട്ട് ഞങ്ങൾ എന്ന് പറയാം. ഞങ്ങൾ എന്നാണ് ഓൻ പറയാം. എനിക്ക് ഞാൻ വരില്ല. ഓനോട് സംസാരിച്ച് എനിക്ക് ഇടയ്ക്ക് അങ്ങനെ വരും. അങ്ങനെ നമ്മളെല്ലാവരും കൂടെ ഇരുന്ന് കഴിക്കാൻ കേട്ടോ. അർഷക്ക് വന്നിട്ടാണ് നമ്മുടെ ഫുഡ് കഴിക്കൽ. കറക്റ്റ് 1 മണിയാകുമ്പോൾ നമ്മൾ കഴിക്കും കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ല. പിന്നെ അർഷക്ക് നേരം വഴുകുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരം വഴുകും, ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ കഴിക്കും. പിന്നെ വല്ലാതെയൊക്കെ കുട്ടികൾ വയലൻ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ വാരി കൊടുക്കും കുറച്ച് മുന്നേ. അപ്പോൾ ഞാനും അർഷക്കും കൂടെ ഒരുമിച്ചിരുന്ന് ഒറ്റയ്ക്ക് ഇരുന്ന് ലാവിഷായിട്ട് കഴിക്കും കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ മയക്കം കഴിഞ്ഞ് ഉച്ചക്കത്തെ റെസ്റ്റൊക്കെ കഴിഞ്ഞ് വൈകുന്നേരത്തുള്ള സ്നാക്സിനുള്ള പരിപാടിയാണ്. കുറച്ച് ഇലയൊക്കെ പറിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം എന്താ പറയുക, കുറേ ദിവസമായിട്ട് അട കഴിക്കാൻ തോന്നുന്നു. അപ്പോൾ അത് ഉണ്ടാക്കാമെന്ന് കരുതിയിട്ട് നമ്മുടെ പൊടിയന്നിയുടെ ഇലല്ലേ അതാണ് കേട്ടോ പറിച്ചു കൊടുത്തിട്ടുള്ളത്. വാഴയിലൊന്നും ഇവിടെ ഇല്ല തന്നെ. പണ്ട് ഇവിടെ വാഴയൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ വാഴയൊന്നുമില്ല കേട്ടോ. പിന്നെ ഈ ഒരു അട ഞാൻ വാഴയിലയിൽ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല. അതുകൊണ്ട് പിന്നെ അതിനെക്കുറിച്ച് വലിയ പിടുത്തല്ല. അപ്പോൾ എന്തായാലും ഇലയൊക്കെ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുക. ഫുള്ള് പൊടിയായിരുന്നു. അപ്പോൾ കുറച്ച് ഓക്സിജൻ കയറാൻ വേണ്ടിയിട്ട് ചാനലൊക്കെ തുറന്നിട്ടിട്ടുണ്ട്.
അപ്പോൾ നമ്മുടെ ഇലയൊക്കെ ഒന്ന് സെറ്റായി നമുക്ക് പൊടിയൊന്ന് ഇലക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഗോതമ്പ് പൊടി വെച്ചിട്ടാണ് അട ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ അളന്നിട്ടൊന്നുമില്ല, കുറച്ചൊരു മനക്കണക്കിന് കുറച്ച് കൊട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ഗ്ലാസ്സിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് കുറച്ച് ഉപ്പിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഉപ്പ് വെള്ളത്തിലാണ് നമ്മൾ ഗോതമ്പ് മാവ് കുഴച്ചെടുക്കാൻ പോണത്. അപ്പം ചപ്പാത്തിയുടെ ഒരു പരുവൊന്നല്ല, കുറച്ച് ലൂസായിട്ട് നമുക്കിതിങ്ങനെ അട പരത്താനുള്ളതാണ് ഇലയിൽ. അപ്പോൾ കുറച്ച് ലൂസായിട്ട് എന്ത് ചെയ്യാം, കുഴച്ചെടുക്കാം കേട്ടോ. കുഴക്കണതിൻ്റെ ഇടയിൽ നമ്മുടെ വെള്ളമൊക്കെ ഒന്ന് തട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ വീഡിയോ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ചിലപ്പോൾ അത് കണ്ട് എനിക്ക് ഈറ വരും. ആ സമയത്തേക്ക് നല്ല ഈറ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മളത് ഈ ഒരു ലൂസിലാണ് നമ്മൾ മാവ് കുഴച്ചത്. പിന്നെ നമ്മുടെ ഇലയുടെ ബാക്കിലുള്ള വാലൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞു. 2 ശർക്കര കുത്തിപ്പൊടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ തേങ്ങ കട്ട് ചെയ്ത് മിക്സിയിൽ ജാറിലിട്ടിട്ട് ചതക്കാൻ പോവാണ്. ചതക്കെല്ലാം ഒന്ന് ഗ്രേറ്റ് ചെയ്യാൻ പോവാണ്. തേങ്ങ ചിരവാനിപ്പോൾ വയ്യ. നമ്മളിങ്ങനെ ചിരവെന്നുണ്ടെങ്കിൽ ചിരവ ചാരി നിന്നിട്ട് വേണം ചിരവാൻ കേട്ടോ. അപ്പോൾ ഇങ്ങനെ വയറിനൊരു ചെറിയൊരു പ്രശ്നം തോന്നുന്നതുകൊണ്ട് നമ്മൾ ഇങ്ങനെയാണ് ഇപ്പോൾ തേങ്ങ ചിരവുന്നത്. അങ്ങനെ നമ്മൾ കൊത്തി നുറുക്കിയിട്ടാണ്. ഇപ്പോൾ തേങ്ങ കടിച്ചുടച്ചിട്ടാണ് ഞാൻ യൂസ് ചെയ്യാറ്. എന്താ ചെയ്യാല്ലേ, അങ്ങനെ നമ്മൾ തേങ്ങയും ശർക്കരയും മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതിൽ കുറച്ച് ഏലക്കായൊക്കെ ഇട്ട് കൊടുക്കാം, അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ വേണമെങ്കിൽ എന്തൊക്കെ വേണോ അതൊക്കെ ഇട്ട് കൊടുക്കാം. വേണമെങ്കിൽ കുറച്ച് പഴമൊക്കെ നുറുക്കിയിട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ അത് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇനി നമുക്ക് നമ്മുടെ ഇലയിൽ നമ്മുടെ മാവിനൊന്ന് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് പച്ചവെള്ളമാണ് ഇട്ടത്, ഉപ്പൊന്നും ഇടാത്ത വെള്ളമാണ്. അപ്പോൾ അതിലൊന്ന് മുക്കി നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം കേട്ടോ. നമ്മൾ ഈ അരിപ്പൊടിയൊക്കെ വെച്ചിട്ട് അട ചെയ്യില്ല, അതേപോലെയൊക്കെ തന്നെയാണ്. ഇപ്പം ഇത് ഞാൻ ഉണ്ടാക്കിയിട്ട് കുറേ ആയി, കുറേ ദിവസമായി ഇത് ഉണ്ടാക്കണം എന്ന് വിചാരിക്കണം. അപ്പം പിന്നെ ഞാൻ വിചാരിച്ചു നന്നാണ് ഉണ്ടാക്കാമെന്ന്. പിന്നെ നമ്മുടെ വ്ളോഗിലൊന്ന് ആഡ് ചെയ്യാമെന്ന് കരുതി. അങ്ങനെ ഒന്ന് എന്താ പറയുക, കനലാത്ത രീതിയിൽ നമ്മുടെ ഇലയിൽ പരത്തിയെടുക്കാം. എന്നിട്ട് നമ്മുടെ ശർക്കരയും തേങ്ങയൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള സംഭവം എടുത്തിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. ഒരുപാട് തിക്കായിട്ട് പരത്തരുത്, അപ്പോൾ വെന്ത് കിട്ടാൻ നല്ല പണിയായിരിക്കും. നമ്മളിത് ചൂടാനാണ് പോണത്, ആവിയിൽ വേവിക്കൊന്നുമല്ല. അപ്പോൾ അത് എങ്ങനെയാണോ നിങ്ങൾക്ക് ഇഷ്ടം എന്നുള്ള രീതിയിൽ നമുക്കിത് മടക്കിയെടുക്കാം. ഞാനിപ്പോൾ ഈ ഇലയുടെ ഒരു ആകൃതി ഇങ്ങനെ ആയതുകൊണ്ട് അങ്ങനെ ഒരു കൃതിയിലാണ് മടക്കി കേട്ടോ. അങ്ങനെ ഫസ്റ്റ് അട സെറ്റ്. ഇനി നമുക്ക് ഇതേപോലെ തന്നെ ബാക്കിയുള്ളതൊക്കെ ഒന്ന് പരത്തിയെടുക്കാം. പെട്ടെന്നാവും കേട്ടോ, വലിയ പണിയൊന്നുമില്ല. അപ്പം തേങ്ങ ചിരവാൻ നിൽക്കാത്തതുകൊണ്ട് കുറച്ചും കൂടെ സമയം ലാഭം കിട്ടിയ പോലെ തോന്നുന്നു. എനിക്ക് തോന്നുന്നു തേങ്ങ ചിരവണേക്കാട്ടും നല്ലത് ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തെടുക്കുക എന്നുള്ളത് കേട്ടോ. പിന്നെ നമ്മളിങ്ങനെ പരത്തുന്ന സമയത്ത് ഓട്ടകളൊന്നും വരരുത്. അപ്പോൾ നമ്മുടെ ആ ഓട്ടകളിലൂടെ ശർക്കര ഉരുകി ചട്ടിയൊക്കെ കൊളാവാനുള്ള ചാൻസസ് ഉണ്ട്. സോ നമ്മളെല്ലാ ഓട്ടകളും അടച്ച് നല്ല സെറ്റപ്പ് ആക്കിയിട്ട് വേണം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ ഈ ഇലയിൽ പരത്തിൽ ഓരോന്നോരോന്നായിട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. അടുത്ത നമുക്കിത് ചട്ടിയിലൊന്ന് ചുട്ടെടുക്കുന്ന പരിപാടിയാണ്. അപ്പോൾ നമ്മുടെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് നമ്മുടെ അടിപൊളിയായിട്ട് ഇതൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതിങ്ങനെ കറക്റ്റായിട്ട് ഇരിക്കുന്നുണ്ട്, ഈ ഒരു ഷേപ്പ് ആവുകൊണ്ട്. അങ്ങനെ നമ്മുടെ 2 സൈഡ് നന്നായിട്ടൊന്ന് കുക്കായി വന്ന ഇലയ്ക്കൊന്ന് മുരിഞ്ഞ് വന്നാൽ ഇല ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ കിട്ടും. അപ്പോൾ നമ്മളിത് അടയ്ക്ക് ഒരു കേടുപാടുകളും വരാത്ത രീതിയിൽ ഇലേനെ പറിച്ചെടുക്കാം. ഇല നമ്മൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇങ്ങനെ എടുക്കുമ്പോഴല്ല, നമ്മൾ മരത്തിൽ നിന്ന് പൊട്ടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ കുറച്ച് മൂത്ത ഇല പറിക്കാനായിട്ട് ശ്രമിക്കുക. അല്ലെങ്കിൽ ഇങ്ങനെ ഇല എടുക്കുന്ന സമയത്ത് കിട്ടൂല കേട്ടോ. മനസ്സിലായില്ലേ? അപ്പോൾ നമ്മൾ ഇല എടുത്ത് കഴിഞ്ഞിട്ട് 2 സൈഡും ഒന്ന് ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് മുരിച്ചെടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ് ഈ ഒരു സംഭവം. അതേപോലെ തന്നെ നല്ല ഹെൽത്തിയാണ്. അപ്പോൾ നമ്മൾ അടയൊക്കെ സെറ്റ് ആയിട്ടുണ്ട്. ഒരു മൂക്കാത്ത ഇല ഉണ്ടായിരുന്നു, അത് ഇതേണ്ട ഒട്ടിപ്പിടിച്ചെടുക്കണം, ഇതേപോലെ വരും. അതാണ് പറഞ്ഞത്, ഇല എടുക്കുമ്പോൾ സൂക്ഷിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള സംഭവം അവിടെ സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചെക്കനാണ് കേട്ടോ ആദ്യം കേൾക്കാൻ വന്നത്. ഓൻ ഇടക്കിടക്ക് വരും വിശക്കുണ്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പം എന്താ പറയുക, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടായിരുന്നെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതേപോലെ തന്നെ കമന്റ് ബോക്സ് ഓൺ ആണെന്നുണ്ടെങ്കിൽ എന്തായാലും എല്ലാവരും കമന്റ് ഇടാം കേട്ടോ. കുട്ടികളുള്ളതുകൊണ്ട് നമ്മുടെ കമന്റ് ബോക്സ് ഒക്കെ ഓഫ് ആവുന്നുണ്ട്. സോ അതാണ് പറഞ്ഞത്. അപ്പോൾ എന്തായാലും ഇൻഷാല്ലാ വേറൊരു നല്ല വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ അതുവരെ എല്ലാവർക്കും ടാറ്റാ.